CPM കേന്ദ്ര കമ്മിറ്റി യോഗം ഈ മാസം 15-ന് തിരുവനന്തപുരത്ത് ചേരുകയാണ്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പായിരിക്കും യോഗത്തിന്റെ പ്രധാന അജണ്ട. തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിക്കാൻ പിണറായി വിജയനെ ചുമതലപ്പെടുത്തുന്ന തീരുമാനവും കേന്ദ്ര കമ്മിറ്റി പോളിറ്റ് ബ്യൂറോ യോഗങ്ങളിൽ ഉണ്ടാവും. MA ബേബി CPM ജനറൽ സെക്രട്ടറി ആയ ശേഷം കേരളത്തിൽ നടക്കുന്ന ആദ്യത്തെ കേന്ദ്ര കമ്മിറ്റിയാണിത്. കേരളം, പശ്ചിമ ബംഗാൾ, അസം, പുതുച്ചേരി, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിന്റെ തയ്യാറെടുപ്പുകളാണ് യോഗത്തിലെ പ്രധാന ചർച്ചാ വിഷയം. പാർട്ടി 10 വർഷമായി അധികാരത്തിലിരിക്കുന്ന കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിനായിരിക്കും പ്രാധാന്യം. അധികാരം നിലനിർത്തുക ലക്ഷ്യമിട്ടുള്ള ചർച്ചകളും തീരുമാനങ്ങളും 3 ദിവസം നീളുന്ന കേന്ദ്ര കമ്മിറ്റിയിലുണ്ടാകും. ഇടതുമുന്നണിയെ തെരഞ്ഞെടുപ്പിൽ ആര് നയിക്കും എന്നത് സംബന്ധിച്ച ഔദ്യോഗിക തീരുമാനങ്ങളും യോഗത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. തുടർച്ചയായി 2 തവണ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ തന്നെയായിരിക്കും മുന്നണിയെ നയിക്കുക എന്ന് ഏതാണ്ട് ഉറപ്പാണ്. 2 ടേം നിബന്ധനയുടെ കാര്യത്തിൽ ഇളവ് നൽകുന്നതിലും കേന്ദ്ര കമ്മിറ്റിയുടെ മാർഗനിർദ്ദേശമുണ്ടാകും. കോൺഗ്രസും UDF-ഉം സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ആരംഭിച്ച സാഹചര്യത്തിൽ CPM സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിക്കുന്നതിലും കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഇടപെടൽ പ്രതീക്ഷിക്കുന്നുണ്ട്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.